ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ. നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഗന്ധർബൽ, ബദ്ഗാം മണ്ഡലം ഉൾപ്പെടെ 26 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. ശ്രീനഗർ ഉൾപ്പെടുന്ന ലാൽ ചൌക്ക്, ഹസ്രത് ബാൽ മണ്ഡലങ്ങളും രജൌരി, ശ്രീമാത വൈഷ്ണവ ദേവി തുടങ്ങിയ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതും. സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിവരങ്ങളുമായി നമുക്ക് നോക്കാം കശ്മീരിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിവരങ്ങൾ എന്താണെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. കുറെ നാളുകളായല്ലോ കണ്ടിട്ട്. നാട്ടിൽ പോയിട്ട് എപ്പോഴാണ് തിരികെ വന്നത്? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ പോയിട്ട് തിരികെ വന്നത്. എന്തായാലും ഓണം വെക്കേഷനൊക്കെ നാട്ടിലായിരുന്നു. മനു, എന്തായാലും ഇനിയിപ്പോൾ ജമ്മു കാശ്മീരിൻ്റെയും ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാത്തിനെയും വലിയ ചൂടിലേക്ക് ഇപ്പോൾ ഈ ദില്ലി നഗരം എല്ലാത്തിനെയും മാറുകയാണ്. എന്തായാലും പ്രത്യേകിച്ച് ദില്ലി ബ്യൂറോ ഈ ഒരു 2 തെരഞ്ഞെടുപ്പിലേക്ക് മാറുകയാണ് പൂർണ്ണമായും. ജമ്മു കാശ്മീരിൽ നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. കഴിഞ്ഞ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് സെപ്റ്റംബർ 18-നായിരുന്നു. സെപ്റ്റംബർ 18-ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം, 10 വർഷത്തിന് ശേഷം ഒരു ജനാധിപത്യ സർക്കാരായി മാറുന്ന, അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ആർട്ടിക്കിൾ 370 എല്ലാത്തിനെ റദ്ദാക്കിയതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് നിലയിൽ ഏറെ പ്രാധാന്യവും നിർണായകമാണ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ 18 ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങിയാണ്. രണ്ടാം ഘട്ടത്തിൽ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 6 ജില്ലകളിലായി 26 നിയമസഭാ മണ്ഡലങ്ങൾക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡന്റും മുൻ കശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള അടക്കം പ്രമുഖർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ജമ്മു കശ്മീരിലെ BJP അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്. BJP അധ്യക്ഷനായ രവീന്ദർ റെയ്ന, അതുപോലെ തന്നെ അപ്നി പാർട്ടി നേതാവ് അൽതാബ് ബുഖാരി തുടങ്ങിയ പ്രമുഖർ ഈ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, ജമ്മുവിലും കശ്മീരിലും ഈ 2 പ്രദേശങ്ങളിലെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ പ്രധാനമായും ശ്രീനഗർ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തന്നെയും ഇതിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പിൽ പോകുന്നു. രജൌരി, പൂഞ്ച്, ജമ്മു മേഖല, അതുപോലെ തന്നെ കശ്മീരിൽ ശ്രീനഗർ, ബുദ്ഗാം, ഗന്ധർബൽ എന്നിവിടങ്ങളിലെ വോട്ടർമാരെല്ലാം നിലയും പോളിംഗ് ബൂത്തിൽ എത്തുന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും 26 നിയമസഭാ മണ്ഡലങ്ങൾക്ക് ഏകദേശം 3502 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ഈ ഒരു ഒന്നാം ഘട്ടത്തിൽ വലിയ മറ്റ് ക്രമസമാധാന പ്രശ്നമൊന്നും തന്നെ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിലും ഒരു മികച്ച പോളിംഗ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് കശ്മീരിൽ സംസ്ഥാന പദവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. അവിടെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും കോൺഗ്രസും CPIയും എല്ലാം നിലയും ഒരുമിച്ച് മത്സരിച്ചുകൊണ്ടാണ് ഈ BJPക്കെതിരെ എല്ലാം നിലയും വളരെ വലിയ രീതിയിലുള്ള പ്രചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി കശ്മീരിൽ 2 ഇടങ്ങളിൽ പ്രചരണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അടക്കമുള്ള, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമെല്ലാം നിലയും ഏറ്റവും കൂടുതലായി ഉയർത്തിക്കാട്ടുന്നത്. ഒരു ജനാധിപത്യ സർക്കാരായി മാറണമെന്നൊരു ആവശ്യം ഇവിടെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കശ്മീർ ജനതയുള്ളത്. അതനുസരിച്ച് ഇന്ത്യ സഖ്യം എല്ലാം നിലയും വളരെ വലിയ രീതിയിൽ മികച്ച മുന്നേറ്റവുമായി, മികച്ച പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ ജമ്മു കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് BJPയും രംഗത്തുണ്ട്. നരേന്ദ്രമോദി നേരിട്ടുകൊണ്ടാണ് നേരിട്ട് തന്നെ ഇവിടെ പ്രചരണം നടത്തുന്ന രീതിയാണ് ജമ്മു കശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ പറയുമ്പോഴും, ഈ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിർത്തിയെല്ലാം തന്നെ ഇപ്പോഴും അശാന്തമാണ്. പലയിടങ്ങളിലും ആക്രമണം, അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണം എല്ലാം തന്നെ നടക്കുന്നു എന്നുള്ളതും ഏറെ സത്യമായ കാര്യം കൂടിയാണ്. എന്തായാലും ജമ്മു കശ്മീർ ഇനിയിപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത 3ാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 1-നാണ്. 25 ലക്ഷത്തോളം ആളുകൾ 3ാം ഘട്ടത്തിൽ ജനവിധി തേടും. അതിനുശേഷം ഒക്ടോബർ 8-നാണ് ഈ വോട്ടെടുപ്പ് എല്ലാം നിലയിൽ, അന്നാണ് വോട്ട് എണ്ണുന്നത്, ഫലമറിയുകയും ചെയ്യാം. എന്തായാലും ഏറ്റവും നിർണായകമായ വോട്ടെടുപ്പാണ് ജമ്മു കശ്മീരിനെ സംബന്ധിച്ചുള്ളത്. ജമ്മു കശ്മീരിൽ ഇന്നലെ പരസ്യപ്രചരണം 2ാം ഘട്ടത്തിൽ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഇന്നിപ്പോൾ ജമ്മു കശ്മീരിലെ 2ാം ഘട്ടത്തിൽ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ജനവിധി തേടുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പരമാവധി സമാധാനപരമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാ പാർട്ടികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ പാർട്ടികളുമുള്ളത്. കഴിഞ്ഞ തവണ ഈ ഒന്നാം ഘട്ടത്തിൽ 61.38% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കശ്മീരെ സംബന്ധിച്ച് അത് വലിയൊരു പോളിംഗ് ശതമാനം തന്നെയാണ്. അതേ രീതിയിൽ തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്താനാകും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത്. മനു, ഓക്കെ സിബി, അപ്പോൾ വാർത്തകളുടെ വിശാലമായ ലോകത്തേക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സിബിയാണ് അപ്പോൾ ദില്ലിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നാളെ പോവുകയാണ്. ആദ്യ ഘട്ടത്തിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കണക്കുകൾ.